ആ ഷോക്കിൽ നിന്ന് റിക്കവർ ആവാൻ മാസങ്ങളെടുത്തു. കാഞ്ചനയാ എന്നെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്ന്. എൻ്റെ അമ്മ പറയാറുണ്ട്, മനുഷ്യരുടെ മരണത്തിൻ്റെ കാര്യത്തിൽ ദൈവത്തിനൊരു കുസൃതി പയ്യൻ്റെ മനസ്സാണെന്ന്. ആരാണെന്നില്ല, എപ്പോഴാണെന്നില്ല, എവിടെയാണെന്നില്ല, ആ കുസൃതി എങ്ങനെയും ഉണ്ടാവാം. അഭിയുടെ അച്ഛനെയും അമ്മയും ദൈവത്തിന് ഏറെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും. അഭി, എനിക്ക് നിന്നോട് ബഹുമാനം തോന്നുക. ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കളെ പോലും അവഗണിക്കുന്ന ഇക്കാലത്ത് മരണത്തിന് ശേഷവും അവരുടെ ആഗ്രഹം പൂർത്തീകരിക്കണമെന്ന് നിന്റെ തീരുമാനം. യു ആർ ഗ്രേറ്റ് അഭി, യു ആർ ഗ്രേറ്റ്. ഇനി നമുക്ക് സമയം കളയാനില്ല. സോഹന്റെ കയ്യിൽ നിന്നെ ഏൽപ്പിക്കുന്നത് വരെ എനിക്കിനി വിശ്രമവുമില്ല. എന്റെ മനസ്സ് പറയുന്നു നിങ്ങൾ ഒന്നിക്കുമെന്ന്. വാ രാഹുൽ, യു ആർ എ ഗ്രേറ്റ് ഫ്രണ്ട്. ഹലോ, വർക്ക്ഷോപ്പ് അല്ലേ? ആ, ഞാൻ റോഷനാണ്. വണ്ടി പിന്നെയും ബ്രേക്ക് ഡൗൺ ആയി. എന്തു പറ്റിയടാ? എന്താണെന്നറിയില്ല, വണ്ടി പെട്ടെന്ന് ഓഫായി. മെക്കാനിക്കിനെ വിളിക്കണം. വേണ്ട, ഞാൻ വിളിച്ചിട്ടുണ്ട്. അല്ല, നീ എങ്ങോട്ടാ? ഞങ്ങള് സോഹനെ തപ്പി ഇറങ്ങിയതാ. ആ, ഇത് അഭിരാമി. സോഹനെ കാണാൻ മുംബൈയിൽ നിന്ന് വന്നതാ. അവനാണെങ്കിൽ ഫോണിൽ വിളിച്ച് കിട്ടുന്നുമില്ലല്ലോ. അവന്റെ ഫോൺ കംപ്ലൈന്റാ. രാവിലെ ഞങ്ങൾ തമ്മിൽ കണ്ടിരുന്നു. വിളിച്ചാ കിട്ടാ സ്ഥിതിക്ക് ഇനിയിപ്പോ കാണാൻ നിർബന്ധമാണെങ്കിൽ ഒറ്റ വഴിയേ ഉള്ളൂ. വൈകിട്ട് 5:30 അവൻ ബീച്ചിലെ പാർക്കിൽ വരും. ഹോ, താങ്ക് ഗോഡ്, ഇപ്പോഴാ സമാധാനമായത്. ഇപ്പൊ ടെൻഷനൊക്കെ മാറിയല്ലോ. ഇനി സമാധാനമായിട്ട് നമുക്ക് ഊണ് കഴിക്കാം. എന്തു പറയുന്നു? എപ്പോഴും ഈ ഒരു ചിന്ത മാത്രമേ ഉള്ളൂ? അതിനു വേണ്ടിയിട്ടല്ലേ മോളെ നമ്മളീ കിടന്ന് പാടുപെടുന്നേ. ഞാനൊന്നും പറഞ്ഞില്ലേ. എവിടെയാ പാർക്ക്? ഇവിടെ അടുത്താ. ഗുഡ് ആഫ്റ്റർനൂൺ സർ. ആ, എന്താ വേണ്ടത്? അഭിക്ക് എന്താ വേണ്ടത്? ഓർഡർ ചെയ്തോളൂ. എനിക്കൊന്നും വേണ്ട. ആ, അത് പറ്റില്ല. ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചിട്ടില്ലല്ലോ. ചുമ്മാ അതല്ല ഇങ്ങനെ മെലിഞ്ഞിരിക്കുന്നത്. 2 മീൽസ്. സ്പെഷ്യൽ എന്തെങ്കിലും? 2 ചില്ലി ചിക്കൻ. ഓക്കെ സർ. അഭിയുടെ ഫേവറേറ്റ് ഡിഷ് അല്ലേ, നമുക്ക് കഴിക്കാന്നേ. പേടിക്കണ്ട, ബില്ല് ഞാൻ പേ ചെയ്തോളാം. സി, നൗ ഐ ആം റിച്ച് യാ. ഇടയ്ക്കെപ്പോഴോ കുറച്ച് പണം വന്നെന്റെ മുഖത്ത് വീണു. ആ, അഞ്ച് 5:30 ഇനിയും ധാരാളം സമയമുണ്ട്. എന്താ ചെയ്യേണ്ടത്? നമുക്ക് പാർക്കിലേക്ക് പോവാം. ഇപ്പൊ തന്നെയോ? കാണാൻ ധൃതിയായല്ലേ? ഈ വെയിലത്ത് അവിടെ ചെന്നിരിക്കുന്ന എന്റെ തലയ്ക്ക് ഓളമൊന്നുമില്ല. അതുവരെ നമുക്കൊന്ന് കറങ്ങിയാലോ? എങ്ങോട്ട്?
അതൊക്കെയുണ്ട്. ഇറങ്ങ. മേ ഹെൽപ്പ് യു സർ? ലേഡീസ് റിംഗ് അതവിടെ. ആ, ആർക്കാ റിംഗ്? എനിക്ക് വേണ്ടപ്പെട്ട ഒരാൾക്കാ. നീ സെലക്ട് ചെയ്യും. അല്പം കൂടി ലേറ്റസ്റ്റ് ഫാഷൻ കാണില്ലേ? ഉണ്ടല്ലോ മാഡം, പക്ഷെ പഴയ ഫാഷൻ ഇറങ്ങിയില്ല ഇപ്പോഴത്തെ ട്രെൻഡ്. ഇതാ നോക്കിയോളൂ മാഡം, എല്ലാ വെറൈറ്റികളും ഉണ്ട്. അതാണ് ഞങ്ങൾ പരസ്യത്തിലും പറയുന്നത്, തലമുറകൾക്കൊപ്പം. സ്റ്റൈൽ ഇത് മതിയല്ലേ? പക്ഷെ സൈസ് സൈസ് നിന്റെ വിരലിന്റെ സൈസ് ഓക്കെ ആണെന്നാ തോന്നുന്നേ. ആരാ കക്ഷി? അതൊക്കെ പറയാം. ഇത് മതി. പിന്നെന്തിനാ ഇവിടെ നിർത്തിയേ? ഇറങ്ങ്, പറയാം. 5:25. 5 മിനിറ്റ് മുമ്പ് ഞാൻ ഇവിടെ എത്തിച്ചിട്ടുണ്ട്. ഇതാ അവന്റെ കാറ്. ആ ഇരിക്കുന്നതാ സോഹൻ. ആ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ടീഷർട്ട്. അങ്ങനെ ഡ്രൈവറുടെ ഡ്യൂട്ടി കഴിഞ്ഞു. അതെ, സോഹൻ നിന്നെ ആദ്യമായിട്ട് കാണുകയല്ലേ? ഈ കോലത്തിൽ അങ്ങോട്ട് ചെന്നാ അവനെ ഇഷ്ടപ്പെടൂ? അതൊന്നും എനിക്കറിയില്ല. എവറിത്തിങ് ഡിപ്പെൻഡ്സ് ഓൺ ഹിം. ഒരു പാർലറിൽ കയറി ഫേഷ്യലൊക്കെ ചെയ്തൊന്ന് ഫ്രഷ് ആയാലോ? ഏയ്, അതിന്റെ ആവശ്യമൊന്നുമില്ല. ഈ കോലത്തിൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മതി. ഇക്കാലത്ത് ഇങ്ങനെ ഒരെണ്ണം. ചെല്ലേ. നീ വരുന്നില്ലേ? ഏയ്, നിങ്ങൾ ആദ്യമായിട്ട് കാണാൻ പോവല്ലേ, ഞാൻ വന്നാൽ ശരിയാവില്ല. എന്തേ ഇപ്പൊ അങ്ങനെ തോന്നാൻ? ആദ്യമായി കാണുന്ന നിങ്ങൾക്ക് പരസ്പരം ഒത്തിരി കാര്യങ്ങൾ ഉണ്ടാവും പറയാൻ. ഞാൻ അതിനിടയിൽ വേണ്ട. എന്നാലും ഞാൻ ഒറ്റയ്ക്ക്. മനസ്സിലുള്ള കാര്യങ്ങൾ തുറന്നു പറയാൻ ഒറ്റയ്ക്ക് പോകുന്നത് അഭിയ നല്ലത്. രാഹുൽ, എന്താന്നറിയില്ല, എനിക്ക് ഇതുവരെയും തോന്നാത്തൊരു ടെൻഷൻ. എന്താടാ ഇങ്ങനെ? ഏയ്, റിലാക്സ്, ധൈര്യമായിട്ട് പോ. എന്റെ എല്ലാ ഭാവുകങ്ങളും. പോട്ടെ. അഭി, ഉം. വാങ്ങിക്ക്. എന്റെ ഒരു സ്നേഹ സമ്മാനം. വല്ലപ്പോഴും എന്നെ ഓർക്കാൻ. നിന്നെ ഓർക്കാൻ എനിക്ക് ഇതിന്റെ ആവശ്യമില്ല. കാരണം നിന്നെ ഞാൻ മറന്നാലല്ലേ. എന്റെ ഇനിയുള്ള ജീവിതത്തിൽ നിനക്കുള്ള സ്ഥാനം, നിന്നോടുള്ള കടപ്പാട്, അതൊരിക്കലും പറഞ്ഞറിയിക്കാൻ കഴിയില്ല രാഹുൽ. ഇത് രാഹുലിന്റെ ഭാവി വധുവിനിരിക്കട്ടെ. ആ, എനിക്ക് രാഹുലിന്റെ നമ്പർ വേണം. ഞാൻ വിളിക്കും. ഒരു പക്ഷേ ഈ അറ്റംപ്റ്റിൽ ഞാൻ പരാജയപ്പെട്ട ഇനി നമ്മൾ തമ്മിൽ കണ്ടെന്ന് വരില്ല. എന്നാലും ഈ പാവം ഫ്രണ്ടിനെ നീ മറക്കരുത്. വല്ലപ്പോഴും ഒരു മെസ്സേജ്, ഒരു മിസ് കോൾ, അത്രയെങ്കിലും നീ എനിക്ക് വേണ്ടി ചെയ്യില്ലേ? അഭി, എന്താടാ ഇത്? നിന്റെ ആഗ്രഹം നടക്കും. ഞാനല്ലേ പറയുന്നത്. ഞാനിവിടെ വെയിറ്റ് ചെയ്യണം. വേണ്ട. ശരി, വരട്ടെ. രാഹുൽ, താങ്ക്സ് ഫോർ എവറിത്തിങ്. ഇറ്റ്സ് ഓക്കെ. സോഹൻ, സോഹൻ, യെസ്.
മെസ്സേജ് അയച്ചിരുന്നു. ഓ അഭിരാമി, സോറി അഭിരാമി, പിക്ക് ചെയ്യാൻ എയർപോർട്ടിൽ വരണമെന്ന് വിചാരിച്ചതാ, പക്ഷെ പെട്ടെന്നൊരു പ്രോബ്ലം ഉണ്ടായി, അതാ. റിയലി സോറി. ഇറ്റ്സ് ഓക്കെ. ഇരിക്കൂ. ഇവിടെ എങ്ങനെ എത്തി? സോഹന്റെ ഫ്രണ്ട് രാഹുല എന്നെ ഇവിടെ എത്തിച്ചത്. ആഹാ, എന്നിട്ട് അവനെവിടെ പോയി. പോയോ? അത് ശരി. ആട്ടെ, എന്താ കാണണമെന്ന് പറഞ്ഞത്? അത് സോഹൻ, നിനക്കെന്താ വേണ്ടത്? ചോക്കോബാർ, ഫണ്ടയോ? പണ്ടേ മതി. മായ, ഒരെണ്ണം കൂടി വാങ്ങിക്കോളൂ, ഒരു ഗസ്റ്റ് ഉണ്ട്. ഓ ഓക്കെ. ഞാൻ രാവിലെ പറഞ്ഞില്ലേ, അഭിരാമി മുംബൈന്ന്. ഓ ഹായ്. ഹായ്. ദാ. ഇന്ന് എയർപോർട്ടിൽ വരാൻ പറ്റാത്തതിന്റെ പ്രധാന കാരണം ഇവളാ. ഓ, പരിചയപ്പെടുത്താൻ മറന്നുപോയി. ഇത് മായ, എന്റെ വുഡ് ബി. അല്ല, അഭിരാമിക്ക് എന്താ പറയാനുണ്ടെന്ന് പറഞ്ഞു? ഏയ്, നിങ്ങളെയൊക്കെ ഒന്ന് കാണണമെന്ന് തോന്നി. നമ്മൾ ആദ്യമായിട്ട് കാണുകയല്ലേ, വിശേഷങ്ങളല്ല ഇനി വീട്ടിൽ ചെന്നിട്ട്. സോറി, ഞാൻ ഇന്ന് തന്നെ തിരിച്ചു പോവാ. 6:30 റിപ്പോർട്ട് ചെയ്യണം. എന്നാ ഞാൻ ആ, എന്താ അഭിരാമി ഇത്? ഇങ്ങനെയാണോ നാട്ടിൽ വന്നിട്ട്? അമ്മയെ കാണണ്ടേ? ആന്റിയെ ഞാൻ കണ്ടു. ആന്റിയെ രാഹുലിന്റെ കൂടെ സോഹനെ തരാൻ ആ, അത് ശരി. എന്തായാലും അഭിരാമിയെ ഞങ്ങളിന്ന് വിടില്ല, അല്ലേ മായ? അതെ, ഇന്ന് അഭിരാമി നമ്മുടെ സ്പെഷ്യൽ ഗസ്റ്റ്. വേറൊന്നും തോന്നരുത്, പോയേ പറ്റൂ. അതുകൊണ്ട് പോകണമെന്ന് നിർബന്ധമാണെങ്കിൽ പിന്നെ ഞാനെന്ത് പറയാനാ? ഞാൻ വരട്ടെ. ഞാൻ എയർപോർട്ടിൽ ഡ്രോപ്പ് ചെയ്യാം. വേണ്ട, ഞാനൊരു ടാക്സി എടുത്ത് പോയിക്കോളാം. അത് പറ്റില്ല, ഞാൻ കാരണമല്ലേ അഭിരാമി പിക്ക് ചെയ്യാൻ പറ്റാഞ്ഞത്. അതുകൊണ്ട് ഞങ്ങൾ തന്നെ എയർപോർട്ടിൽ കൊണ്ടാക്കും. ഓക്കെ? ഓക്കെ. ആ, കേറ്. അഭിരാമിന്റെ എന്നാ നാട്ടിലേക്ക്? അത് ദേ, ഞങ്ങളുടെ വിവാഹം അറിയിക്കും. അഭിരാമി തീർച്ചയായും വരണം.
ഏയ് എന്തിനാ മോള് വിഷമിച്ചിരിക്കുന്നത്? ഏ? ഒറ്റയ്ക്ക് ജീവിച്ച് ഒരു അനാഥാലയത്തിലെ ചിട്ടകൾക്കൊപ്പം വളർന്നോളാ നിന്റെ അമ്മ. ഇവള് വിവാഹം കഴിച്ചതിന്റെ പേരില് കുടുംബത്തിൽ നിന്ന് ഒറ്റപ്പെട്ടപ്പോ ഒരർത്ഥത്തിൽ ഞാനും അനാഥനായി. എന്നിട്ട് കണ്ടില്ലേ, നമ്മൾ മൂവരും ഈ ജീവിതത്തിൽ തന്നെ ഒന്നിച്ചില്ലേ, സ്നേഹിക്കുന്നില്ലേ? അതങ്ങനെയാ. ദൈവം ആരെയും അനാഥരായിട്ട് വിടില്ല. നമ്മുടെ മനസ്സിൽ നിന്നും സ്നേഹം ഒരു തേൻകുടം പോലെ സൂക്ഷിച്ചാൽ മതി. ഒരു ചിത്രശലഭമെങ്കിലും നമ്മളെ തേടി എത്തായിരിക്കില്ല.